ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീനുണ്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള നമ്മൾ മീനിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മീനിൻ്റെ ഫ്ലേവറുള്ള ഒരു സ്നാക്ക് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിടയിൽ 2 അയിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല വലിയ അയിലയാണ്. അതിങ്ങനെ വരഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാശ്മീരിയാണ് എടുക്കൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളകിൻ്റെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മീനിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഉള്ളിലുള്ള നല്ല മസാല ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ 2 മീനിലും നല്ല മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ഓയിലുണ്ട്, അത് നമുക്കവിടെ മാറ്റി വെക്കണം. കുറച്ചധികം ഓയിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഓയിൽ കൂടുതൽ ഒഴിച്ചിട്ട് അത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കട്ടെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇനി ഇത് നമുക്ക് ഈ മീനിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് ഇങ്ങനെ വേറെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്നിങ്ങനെ പൊട്ടിച്ച് വെക്കണം. ഇതിൻ്റെ എല്ലാം മുള്ളും ചെറിയ ഇതെല്ലാം നമുക്കിങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് ചെറിയ പീസാക്കണ്ട, അത്യാവശ്യം കുറച്ച് വലിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു 1.5 മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്ന മസാലേൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഓയിൽ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മീൻ ഫ്രൈ കുറച്ചൊന്നായ സമയത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓയിലാണ് ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ, വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉള്ളി കേട്ടോ, സവാള കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഒന്ന് വാട്ടിയിട്ടെടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. അപ്പം ഇത് കുറച്ചൊന്ന് വാടിയിട്ടാകുമ്പോൾ കുറച്ച് ഒരു ഹാഫ് കുക്കായതിന് ശേഷം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂണ്. പിന്നെ പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അത്രയും വേണ്ടതെന്നുള്ളത്. ഞാൻ എൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിയെല്ലാം നല്ല കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച മീനില്ലേ, ആ മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1.5 മീനേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു മസാലക്ക് 1.5 മീനിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ മീനിൻ്റെ സൈസിനനുസരിച്ചിട്ട് എത്രയാണെന്നുള്ളതിലെല്ലാം വ്യത്യാസം വരും. അത്യാവശ്യം നല്ലോണം മീൻ വേണം കേട്ടോ, എന്നാലും നമുക്ക് നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ മീൻ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ടിട്ട് മല്ലിച്ചപ്പ് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി നല്ല മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു പകുതി ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതായത് സവാള. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിൽ കുറച്ചധികം, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകം, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ചതച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നല്ലോണം ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തലിൻ്റെ പൊടിയില്ലേ, അത് ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ പത്തലിനെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ നമ്മുടെ മസാല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ മസാല ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം കൈക്ക് കുറച്ച് ഓയിൽ പുരട്ടാൻ പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് മാവ് എടുക്കുക, ഇതേപോലെ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. പിന്നെ ഇതിൻ്റെ സൈസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിക്കോട്ടോ. വലിയ സൈസിലാക്കണമെങ്കിൽ വലിയ സൈസിലാക്കാം. ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ സൈസിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ വെച്ചിട്ട് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാലയില്ലേ നല്ലോണം വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല വെച്ച് കൊടുക്കണം കേട്ടോ. മസാല നല്ല ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് കട്ടിയായിട്ട് മാവ് വരത്തണ്ട, കുറച്ച് നേർപ്പിച്ചിട്ട് തന്നെ പരത്തിക്കോട്ടോ കയ്യിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പൂട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈസാക്കുക. വേഗം തീരണമെന്നുണ്ടെങ്കിൽ വലിയ സൈസാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ആവിച്ചെമ്പിലേക്കെല്ലാം വെച്ച് കൊടുത്തിട്ട് മൂടിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല കുക്കായിട്ട് വന്നിനി. അപ്പം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറേ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണ്ട, കുറച്ച് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ആക്കാണ്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിന്. അതിലേക്ക് ഒരു നുള്ളുപ്പ്, ഒരുപാട് വേണ്ട കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ചതച്ചത് എങ്ങനെയായാലും പ്രശ്നമില്ല, പേസ്റ്റ് പോലെ തന്നെ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, ഇതേപോലെ ഇത്ര ലൂസായിട്ട് ഇരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഓരോ മീനുണ്ട എടുത്തിട്ട് ഇതിലേക്ക് മുക്കുക. എന്നിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി 2-3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എല്ലാം മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഈ മുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയൊന്നും വേണ്ട. ആ മുളക് ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. അപ്പോൾ കളറെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ മീനുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു അയില വെച്ചിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മീനിൻ്റെ ഫ്ലേവറെല്ലാം വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു പൊരിച്ച മീനിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം വന്നിട്ട് നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.